യെസ്, നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് ഓക്സിജനോ ഇന്റർനാഷണൽ ബിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സൂപ്പർ ആൻഡ് ഡ്യൂപ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നമുക്കറിയാം, ആ 2018 ഓഗസ്റ്റ് 9 ഓക്സിജനോ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു വലിയ ബ്രാൻഡ് ജനിക്കുന്നത്. അതിന്റെ ബർത്ത് ഡേറ്റ് ആണ് 2018 ഓഗസ്റ്റ് 9. നമുക്കറിയാം, നമ്മുടെ ഗ്രേറ്റ് MD ഡോക്ടർ അബ്ദുൽ അർഷാദ് സാർ, അല്ലെ? അദ്ദേഹം എന്തുകൊണ്ടാണ് ഓഗസ്റ്റ് 9 ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തത് എന്ന് വെച്ചാൽ, 2018 ഓഗസ്റ്റ് 8 MLM ഇൻഡസ്ട്രിക്ക് ഒരു മോണിറ്ററൈസേഷൻ കൊണ്ടുവന്ന ദിവസം അന്നാണ്. അത് നമ്മുടെ തിരുവനന്തപുരത്ത് ടാഗോർ ഹാളിൽ വെച്ചിട്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് അങ്ങനൊരു മോണിറ്ററൈസേഷൻ പ്രോഗ്രാം വന്നത് എന്നാണ്. ആ ഒരു പ്രോഗ്രാമില് നമ്മുടെ ഗ്രേറ്റ് MD ഡോക്ടർ അബ്ദുൽ അർഷദ് സാറിനും പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. ആ ഒരു പ്രോഗ്രാം ഫുള്ളായിട്ട് അനലൈസ് ചെയ്ത് തൊട്ട അടുത്ത ദിവസം 9 ബാംഗ്ലൂരിലാണ് നമ്മുടെ കമ്പനി രജിസ്റ്റർ ചെയ്തത്. നമുക്കറിയാം എന്താണ് മോണിറ്ററൈസേഷൻ. ഒരു MLM കമ്പനി എങ്ങനെ റൺ ചെയ്യണം, അതുപോലെ തന്നെ ഒരു MLM കമ്പനി എന്തൊക്കെ റൂൾസ് ആണ് പാലിക്കേണ്ടത്, അവരുടെ ഇൻകം സ്ട്രാറ്റജി എങ്ങനെ ആയിരിക്കണം, പ്രോഡക്റ്റ് ഏത് രീതിയിൽ ചെയ്യണം, ഒരു ഇൻകം എങ്ങനെ റിലീസ് ചെയ്യണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അടങ്ങുന്ന ഒരു വലിയൊരു മോണിറ്ററൈസേഷൻ തന്നെയായിരുന്നു ഓഗസ്റ്റ് 8 തിരുവനന്തപുരത്ത് ടാഗോർ ഹാളിൽ വെച്ചിട്ട് MLM ഇൻഡസ്ട്രിക്ക് ലഭിച്ചത്. ഇതെല്ലാം കേട്ട് തൊട്ടടുത്ത ദിവസം ബാംഗ്ലൂരിലാണ് നമ്മുടെ കമ്പനി രജിസ്റ്റർ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ കമ്പനിക്ക് ഒരു ബ്രാഞ്ച് ഓഫീസ് ഉണ്ട്, അത് എറണാകുളത്താണ്. ഓക്കെ, കമ്പനിയുടെ വിഷൻ ആൻഡ് മിഷൻ, അതായത് 2035 ഈ ലോകത്ത് 500 കമ്പനികൾ ഉണ്ടെങ്കിൽ അതിൽ ടോപ്പ് 10 ആദ്യത്തെ 10 എത്തുക എന്നുള്ളതാണ് നമ്മുടെ കമ്പനിയുടെ ഒരു വലിയൊരു വിഷൻ. അതേപോലെ തന്നെ ആ സമയത്ത് ഒരുപാട് റിച്ച് ആയിട്ടുള്ളതും അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ആളുകളെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് ആളുകളിലേക്ക് ഫിനാൻഷ്യൽ അബണ്ടൻസ് എത്തിക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ ഏറ്റവും വലിയൊരു മിഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഏതൊരു കമ്പനി നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്തും അതിന്റെ ലീഗൽ ഒതന്റിക്കേഷൻ നമ്മൾ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതുണ്ട്. ഇതാണ് നമ്മുടെ കമ്പനിയുടെ ലീഗൽ ഒതന്റിക്കേഷൻ. അതായത് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്, സെൻട്രൽ കൺസ്യൂമർ അഫയർ ഡിപ്പാർട്ട്മെന്റിന്റെ ലൈസൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഇമ്പോർട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതേപോലെ തന്നെ FSSI, അതേപോലെ തന്നെ കർണാടക GST, കേരള GST, അതുപോലെ തന്നെ ഡൽഹി GST. ഇതാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ്. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, രണ്ടാമത്തെ സർട്ടിഫിക്കറ്റ് സെൻട്രൽ കൺസ്യൂമർ അഫയർ ഡിപ്പാർട്ട്മെന്റ്. അതായത് സെൻട്രൽ കൺസ്യൂമർ അഫയർ ഡിപ്പാർട്ട്മെന്റിൽ നമ്മുടെ കമ്പനി, അതിൽ ആ സർട്ടിഫിക്കറ്റിലേക്ക് വളരെ വ്യക്തമായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ കഴിയും. അതിലൊരു ഗ്രീൻ കളറിൽ റൗണ്ട് ഇട്ട് വെച്ചിട്ടുണ്ടാവും, അതാണ് ഓക്സിനോ ഇന്റർനാഷണൽ. അതായത് ഈ സെൻട്രൽ കൺസ്യൂമർ അഫയർ ഡിപ്പാർട്ട്മെന്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കമ്പനി കൂടിയാണ് ഓക്സിനോ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഈ ബ്രാൻഡ്. യെസ്, ഇതാണ് നമ്മുടെ കമ്പനിയുടെ ബാക്ക് ബോൺ എന്ന് പറയില്ലേ. അതായത് നമ്മുടെ ഗ്രേറ്റ് MD ഡോക്ടർ അബ്ദുൽ അർഷാദ് സാർ കമ്പനിയുടെ വിഷനറി ആണ്. അദ്ദേഹം കമ്പനിയുടെ ഫൗണ്ടർ കൂടിയാണ്. ഡോക്ടർ അർഷാദ് ഏകദേശം 33 വർഷമായിട്ട് മാർക്കറ്റിംഗിലുള്ള ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി. അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം ബേസിക്കലി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അതേപോലെ തന്നെ ഒരു LLB സ്റ്റുഡന്റ് കൂടിയാണ്. ഓക്കെ, അടുത്തത് എഡിസൺ ഫ്രാൻസിസ് സാറാണ് കമ്പനിയുടെ കോർപ്പറേറ്റ് ട്രെയിനർ. അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് വളരെ ഡീപ്പായിട്ട് പറയേണ്ട കാര്യമില്ല, കാരണം എല്ലാവർക്കും അറിയുന്ന ഒരു വലിയൊരു പേഴ്സണാലിറ്റിയാണ്, ഒരു വലിയ ഇന്റർനാഷണൽ ട്രെയിനർ കൂടിയാണ്. നമ്മുടെ കോർപ്പറേറ്റ് മെന്റർ ആയിട്ട് വരുന്നത് പ്രേംലാൽ സാറാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു 2 ഡയറക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഡയറക്ടർ മധുസൂദനൻ സാറാണ്, രണ്ടാമത് ഉബൈദ് സാറാണ്. നമ്മുടെ ജനറൽ മാനേജർ ആയിട്ട് വരുന്നത് സുധാകരൻ സാറാണ്. ഈ വ്യക്തികളാണ് നമ്മുടെ കമ്പനിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഓക്കെ,
നമുക്കറിയാം ഓക്സി ഒരു വലിയൊരു ബ്രാൻഡാണ്. അവിടെ ഒരു ഓക്സിയുടെ വലിയൊരു പ്രോഡക്റ്റ് സെഗ്മെന്റിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു വലിയൊരു സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാൽ ന്യൂട്രാസ്യൂട്ടിക്കൽസ് പ്രോഡക്റ്റുകൾ ഉള്ള ഒരു കമ്പനി കൂടിയാണ് ഓക്സി ഇന്റർനാഷണൽ. ഈ കാണുന്നതാണ് ഡോക്ടർ സജീവ് കുമാർ. നമുക്ക് യൂട്യൂബിലും ഗൂഗിളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹം വളരെ സജീവമായിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക്, ഒരുപാട് ലീഡേഴ്സിന് അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ്. 100% നാച്ചുറൽ, 100% ഹെർബൽ ആൻഡ് സീറോ കെമിക്കൽ ആൻഡ് സീറോ ആർട്ടിഫിഷ്യൽ ഫ്ലേവർ, കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് പ്രോവൻ റിസൾട്ട്സ്. അതായത് 100% നാച്ചുറൽ ആയിട്ടും അതേപോലെ തന്നെ 100% ഹെർബൽ ആയിട്ടും 0% കെമിക്കൽ ആയിട്ടും 0 ആർട്ടിഫിഷ്യൽ ഫ്ലേവറും ഉള്ള ഒരു വലിയ ബ്രാൻഡ്, അതായത് ഓക്സിയുടെ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് എല്ലാം അതിന്റെ സവിശേഷതകളാണ്. നമുക്കറിയാം ഇത് കമ്പനിയുടെ ഓൺ സയന്റിസ്റ്റ് ആണ്. നമുക്കറിയാം കമ്പനിക്ക് സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. ഡോക്ടർ സജീവ് കുമാർ കമ്പനിയുടെ സ്വന്തം സയന്റിസ്റ്റ് ആണ്. ഓക്കെ, ഈ കാണുന്നതാണ് ഡോക്ടർ AV സുരേഷ്. നമ്മുടെ ഓക്സി വെൽനസ് ഡിപ്പാർട്ട്മെന്റിന്റെ അഡ്വൈസറി ബോർഡ് ചെയർമാൻ ആണ്. അദ്ദേഹം ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ ആണ്, റിട്ടയർഡ്. അദ്ദേഹം ഒരു ന്യൂട്രാ സ്പെഷ്യലിസ്റ്റ് കൂടിയാണ്. ഇദ്ദേഹമാണ് നമ്മുടെ ഓക്സി വെൽനസ് ഡിപ്പാർട്ട്മെന്റിന്റെ അഡ്വൈസറി ബോർഡ് ചെയർമാൻ. യെസ്, 15 ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ്, ഇന്ത്യസ് ഫസ്റ്റ് ഇൻ MLM ഇൻഡസ്ട്രി. നമുക്കറിയാം നമ്മുടെ ഓക്സി ഇന്റർനാഷണൽ ഏകദേശം 15ഓളം ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. അത് ഇന്ത്യനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് MLM ഇൻഡസ്ട്രിയിൽ 15 ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനി ഉള്ളത്. നമുക്കറിയാം നമ്മുടെ മുമ്പിൽ ഒരുപാട് പ്രമുഖ ബ്രാൻഡുകൾ ഉണ്ട്. വെൽനസ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന ഒരുപാട് ബ്രാൻഡുകൾ നമുക്കറിയാം. പക്ഷെ നമുക്ക് പറയാൻ പറ്റും എന്ത് 15 ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് ഉള്ള ഇന്ത്യയിലെ ഫസ്റ്റ് MLM കമ്പനി ഏതെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, അത് ഓക്സിനോ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു വലിയ ബ്രാൻഡാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോഡക്ട്സ്. ഇത് നമ്മുടെ പ്രോഡക്ട്സിന്റെ പിക്ചറാണ്. ഒരുപാട് പ്രോഡക്ട്സുകൾ ഉണ്ട്. നമുക്കറിയാം ഓക്സി അസുഖങ്ങൾ വരാതിരിക്കാനും അതുപോലെ തന്നെ വന്ന അസുഖങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ഒരുപാട് പ്രോഡക്ട്സുകൾ ഇന്ന് അവൈലബിൾ ആണ്. 100% റിസൾട്ട് ഓറിയന്റഡ് പ്രോഡക്ട്സുകളാണ് ഓക്സി നമുക്ക് മുമ്പിൽ തന്നിട്ടുള്ളതെന്ന് നമുക്കറിയാം. ഓക്കെ, ഇത് ഓക്സിയുടെ വെൽനസ് പ്രോഡക്റ്റുകളുടെ സർട്ടിഫിക്കറ്റ്സ് ആണ്. ഇത് ഓക്സിയുടെ വെൽനസ് പ്രോഡക്റ്റുകളുടെ സർട്ടിഫിക്കറ്റ് ആണ്. യെസ്, ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മളുടെ ഓക്സി നമ്മുടെ മുമ്പിലേക്ക് ഒരു പൊൻതൂവൽ എന്നോണം അവതരിപ്പിച്ച് തന്നിട്ടുള്ള സൂപ്പർ പ്ലാനുകളാണിത്. നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് പ്ലാൻ സ്റ്റാർട്ടപ്പ് ക്ലബ്, സെക്കൻഡ് പ്ലാൻ പ്രീമിയം ക്ലബ്, തേർഡ് പ്ലാൻ മില്യനർ ക്ലബ്, ബില്യനർ ക്ലബ്, ട്രില്യനർ ക്ലബ്, അല്ലെ? ഈ 5 ക്ലബുകളാണ് നമ്മുടെ മുമ്പിൽ ഒരു ഹ്യൂജ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഓക്സി തന്നിട്ടുള്ള ഈ 5 ക്ലബുകൾ, അല്ലെ? സ്റ്റാർട്ടപ്പ് ക്ലബിൽ നമുക്കറിയാം 1000+ തുടങ്ങി ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. വെൽനസ് പ്രൊഡക്റ്റുകളും അവൈലബിൾ ആണ്, സാധാരണ നമ്മുടെ ആളുകൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പ്രീമിയം ക്ലബിൽ നമുക്ക് 10,000+ ആണ്. മില്യനർ ക്ലബിൽ നമുക്ക് 1 lakh+ ആണ്. ബില്യനർ ക്ലബിൽ നമുക്ക് 10 lakh+ ആണ്. ട്രില്യനർ ക്ലബിൽ നമുക്ക് 1 crore+ ആണ്. ഇതിൽ കമ്പനി നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള ഒരു ക്രൈറ്റീരിയ, ഈ ഒരു പ്ലാനില് ബില്യനർ ക്ലബ്ബ്, അതായത് 10 ലക്ഷത്തിന്റെ ക്ലബും ട്രില്യനർ ക്ലബ്ബ്, അതായത് 1 കോടിയുടെ ക്ലബിലേക്കും ഡയറക്റ്റ് എൻട്രി ഇല്ല. നേരിട്ട് ഒരു പ്രോസ്പെക്റ്റിന് കടന്നു വരാൻ കഴിയില്ല. ഓക്കെ, അതേ സമയത്ത് 1 lakh ക്ലബും 10,000ന്റെ ക്ലബും അതേപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ക്ലബും 1000+ ക്ലബിലേക്കും നമുക്ക് ഡയറക്റ്റ് എൻട്രി ഉണ്ട്. നമുക്കറിയാം ഇന്ന് സ്റ്റാർട്ടപ്പ് ക്ലബും പ്രീമിയം ക്ലബും ഇപ്പൊ നമുക്ക് ഓൾറെഡി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. പ്രീമിയം ക്ലബ്ബ് ഏതാനും 2-3 ദിവസം മുമ്പേ നമ്മുടെ മുമ്പിലേക്ക്, ഈ ലോകത്തിന്റെ മുമ്പിലേക്ക് പ്രീമിയം ക്ലബും നമ്മുടെ MD ഡോക്ടർ അർഷാദ് സാർ ലോഞ്ച് ചെയ്ത് തന്നു എന്നുള്ളതാണ് ഒരു വലിയ സത്യം. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടപ്പ് ക്ലബിലാണെങ്കിൽ ഇതായിരിക്കും.
ഓക്കെ, സ്റ്റാർട്ടപ്പ് ക്ലബില് നമുക്ക് റഫറൽ കമ്മീഷനായിട്ട് ഒരു വ്യക്തിയെ നമ്മൾ ഓക്സി ഇന്റർനാഷണലിലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ അദ്ദേഹം സ്റ്റാർട്ടപ്പ് ക്ലബിലാണെങ്കിൽ അദ്ദേഹം വരുന്നത് വഴി നമുക്ക് ഡയറക്റ്റ് റഫറൽ ബോണസ്, സ്റ്റാർട്ടപ്പ് ബോണസ് എന്ന് പറയും. ഞാൻ കുറച്ചും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് റഫറൽ എന്നിട്ടത്. അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ടപ്പ് ബോണസ് നമുക്ക് 50 രൂപ ലഭിക്കും. ഇവിടെ നമുക്ക് ബൈനറി ആണ്, ബൈനറി 1:2 അല്ലെങ്കിൽ 2:1 റേഷ്യോ എന്ന ആ ഒരു ഫോളോ. അതായത് ഈ കമ്പനിയിൽ നമ്മൾ ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്ന പെയർ മാച്ച് ഒരു പെയർ മാച്ച് ആയിട്ട്, ഫസ്റ്റ് പെയർ മാച്ച് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ എ ഓർ ബി, അതിന്റെ താഴെ എയുടെ താഴെ ഒരു സിഒ അല്ലെങ്കിൽ ബിയുടെ താഴെ സിഒ വന്നാൽ നമുക്ക് ഒരു പെയർ മാച്ച് കൺസിഡർ ആയിട്ട് കാണിക്കും. അവിടെ നമുക്ക് പെയർ മാച്ച് ഇൻകം ലഭിക്കുന്നത് 200 റുപ്പീസ് ആണ്, 200 രൂപയാണ്. അതിനുശേഷം 1:1 ആണ്. അതിനുശേഷം പിന്നെ ടൈൽ ഇറങ്ങേണ്ട ആവശ്യമില്ല. 1:1 എന്ന റേഷ്യോയില് നമുക്ക് പിന്നീട് അങ്ങോട്ട് കിട്ടുന്ന എല്ലാ പെയർ മാച്ചും 1:1 റേഷ്യോയിലായിരിക്കും. അവിടെ നമുക്കറിയാം സീലിംഗ് ലിമിറ്റ് 25 പെയറാണ്. ഒരു ദിവസത്തെ 1 ഡേ പെയർ ലിമിറ്റ് 25 ആണ്. അവിടെ നമുക്ക് സീലിംഗ് എമൗണ്ട് ആയിട്ട് ലഭിക്കുന്നത് 5000 റുപ്പീസ് ആണ്, 5000 രൂപയാണ് സീലിംഗ് എമൗണ്ട് ആയിട്ട് ലഭിക്കുന്നത്. ഓക്കെ, ഈ ഒരു പ്ലാൻ നമുക്കറിയാം ഇന്ത്യയിൽ ഒരുപാട് കമ്പനികൾ ഈ ഒരു പ്ലാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. 1000 രൂപക്ക് 200 ബൈനറി, അതേപോലെ തന്നെ റഫറൽ 50 റുപ്പീസ് റഫറൽ, 25 സീലിംഗ് എമൗണ്ട് 5000 റുപ്പീസ്. ഈ ഒരു പ്ലാൻ ഇന്ന് ഇന്ത്യയിൽ ഒരുപാട് കമ്പനികൾ ചെയ്യുന്നുണ്ട്, ലീഗലായിട്ടും ഇല്ലീഗലായിട്ടും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം എന്തുകൊണ്ട് ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്ലാൻ, ട്രഷർ ഹണ്ടിങ് പ്ലാൻ എന്നാണ് ഈ പ്ലാന്റെ പേര്. അതേപോലെ തന്നെ മിറർ ജീനിയോളജി എന്നും പറയും. ഈ ഒരു പ്ലാൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്സിനോ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു വലിയ ബ്രാൻഡാണ്. അങ്ങനെയാണ് മറ്റുള്ള കമ്പനിയിൽ നിന്ന് നമ്മുടെ കമ്പനി വ്യത്യസ്തം. നമുക്കറിയാം നമുക്ക് ഓൾറെഡി 5 ക്ലബ്ബുകളുണ്ട്. ഈ 5 ക്ലബിലേക്ക് അവിടെ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് സ്റ്റാർട്ടപ്പ് ക്ലബ്ബ് ഉണ്ട്. അടുത്തത് 10,000 പ്ലാൻ ആണ്. അത് കഴിഞ്ഞിട്ട് 1 ലാഖിന്റെ പ്ലാൻ ആണ്, 10 ലാഖിന്റെ പ്ലാൻ ഉണ്ട്, 1 crore പ്ലാൻ ഉണ്ട്. ഈ ഒരു പ്ലാനിലേക്ക് ഒന്നും നമുക്ക് ഡയറക്റ്റ് എൻട്രി ചെയ്യണമെന്നില്ല. മറിച്ച് നമ്മൾ സ്റ്റാർട്ടപ്പ് ക്ലബിൽ സ്റ്റാർട്ട് ചെയ്താൽ പോലും ആസ് എ ലീഡർ ടീം ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളിലേക്ക് അദ്ദേഹം എത്താൻ ശ്രമിച്ചാൽ, ഒരു വലിയൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് അദ്ദേഹം എത്താൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക്കലി ഓരോ പ്ലാനും ജമ്പ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി അത് ആക്ടിവേഷൻ ആവുന്നതാണ്. ബാക്കി 4 പ്ലാനും ഓട്ടോമാറ്റിക്കലി ആക്ടിവേഷൻ ആയിട്ട് കിട്ടും. അതെങ്ങനെ നോക്കിയാൽ ഈ ഒരു ഇന്റർഫിയർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ സ്റ്റാർട്ടപ്പ് ക്ലബിൽ എ എന്ന് പറയുന്ന വ്യക്തി വന്നു, ബി വന്നു, സി വന്നു, ഡി വന്നു. നമുക്ക് അവിടെ ഒരു പെയർ മാച്ചായി 1:2 2:1 റേഷ്യോയിൽ ഒരു പെയർ മാച്ചായി, സെക്കൻഡ് പെയർ മാച്ചായി, തേർഡ് പെയർ മാച്ചായി, ഫോർത്ത് പെയർ മാച്ചായി. ഇവിടെ എങ്ങനെയാണ് അടുത്ത പ്ലാൻ ആക്ടിവേഷൻ ആവുന്നത്? നമ്മുടെ എല്ലാ പ്ലാനിൽ നിന്നും തേർഡിന്റെ ഗുണിതങ്ങളായിട്ടുള്ള, ഉദാഹരണത്തിന് സ്റ്റാർട്ടപ്പ് ക്ലബ് എടുക്കുമ്പോൾ നമുക്ക് എത്ര ആണ് സീലിംഗ് ലിമിറ്റ്? 25 ആണ് നമ്മുടെ സീലിംഗ് ലിമിറ്റ്. ആ സീലിംഗ് ലിമിറ്റിൽ ഏകദേശം 3ന്റെ ഗുണിതങ്ങൾ 8 തവണ വരുന്നുണ്ട്. 3, 6, 9, 12, 15, 18, 21, 24. ഇത്രയും പെയർ മാച്ച് അത് കമ്പനി നമുക്കും തരൂല, കമ്പനി എടുക്കൂല. പകരം എന്ത് ചെയ്യും? തൊട്ടടുത്ത പ്രീമിയം പ്ലാനിലേക്ക് ജമ്പ് ചെയ്യും. അതായത് ആ പെയർ മാച്ച് ഇൻകം ഒരു ടോപ്പ് അപ്പ് വാലറ്റിലേക്ക് എത്തും. ആ ടോപ്പ് അപ്പ് വാലറ്റിൽ നമുക്ക് കാണാൻ പറ്റും എത്ര രൂപ ആയി എന്ന് നമുക്ക് കാണാൻ പറ്റും. ആ ടോപ്പ് അപ്പ് വാലറ്റിൽ എന്നാണോ 10,000 തികയുന്നത് ആ സമയത്ത് നമ്മുടെ പ്രീമിയം ക്ലബ്ബ് ആക്ടിവേഷൻ ആവും. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6 ദിവസം സ്റ്റാർട്ടപ്പ് ക്ലബിൽ സീലിംഗ് ആയാൽ മതി. നമുക്കറിയാം നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ലീഡേഴ്സ് ആണ്, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണ്. നമുക്ക് ഒരുപാട് ദിവസം സീലിംഗ് ആയിട്ടുള്ള ഒരുപാട് ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് മറ്റുള്ള കമ്പനികളിൽ. അപ്പൊ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, ഒരു 6 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് സീലിംഗ് ആയി കഴിഞ്ഞാൽ നമ്മുടെ പ്രീമിയം ക്ലബ്ബ് ആക്ടിവേഷൻ ആക്കും. ഇനി അതൊക്കെ പോട്ടെ, 150 പെയർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന്റെ ID പ്രീമിയം ക്ലബിലേക്ക് എത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ടോപ്പ് അപ്പ് വാലറ്റിൽ 10,000 വന്നു,
നമ്മുടെ പ്രീമിയം ക്ലബ്ബ് ആക്ടിവേഷൻ ആയി. സോ നമ്മുടെ പ്രീമിയം ക്ലബ്ബ് ആക്ടിവേഷൻ ആയി കഴിഞ്ഞാൽ അവിടെ നമുക്കറിയാം അവിടെ റെഫറൽ ബോണസ് ആയിട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത്, അതായത് പ്രീമിയം ബോണസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് 500 റുപ്പീസ് ആണ്. അവിടെ നമുക്കറിയാം എ എന്ന് പറയുന്ന വ്യക്തി, ഒരു പക്ഷെ അത് ഞാനാവാം, സ്റ്റാർട്ടപ്പ് ക്ലബിലും ഞാനാവാം. സ്റ്റാർട്ടപ്പ് ക്ലബിൽ നിങ്ങൾ എന്നെ കൊണ്ടുവന്ന സമയത്ത് നിങ്ങൾക്ക് എന്നെ കൊണ്ടുവന്നതിന്റെ തൽഫലമായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് ബോണസ് കിട്ടി 50 രൂപ. അതേപോലെ തന്നെ നിങ്ങളെപ്പോലെ ഞാനും ഓട്ടോമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റോ ഞാൻ എന്തായി പ്രീമിയം ക്ലബിലേക്ക് ഞാൻ വന്നു. ഞാൻ അവിടെ വരുമ്പോഴും നിങ്ങൾ തന്നെയാണ് എൻ്റെ സ്പോൺസർ. സ്പോട്ടിൽ നിങ്ങൾക്ക് ഒരു പ്രീമിയം ബോണസ്, അതായത് റഫറൽ കമ്മീഷൻ ആയിട്ട് 500 റുപ്പീസ് വീണ്ടും കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് 1:2 2:1 എന്ന റേഷ്യോ തന്നെയാണ് ഒരു പെയർ മാച്ച് കൺസിഡർ ചെയ്യും. ആ സമയത്ത് 2000 രൂപ പെയർ മാച്ച് ആയിട്ട് നമുക്ക് ലഭിക്കും. നമുക്കറിയാം നമ്മളെല്ലാം മാർക്കറ്റ് അനലൈസ് ചെയ്യുന്ന ലീഡേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം 10,000 റുപ്പീസിന്റെ പ്ലാനില്, 10,000 രൂപയുടെ പ്ലാനില് 2,000 റുപ്പീസ് പെയർ മാച്ച് കൊടുക്കുന്ന വേറൊരു കമ്പനി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം അത്രയും പെയർ മാച്ച് ഇൻകം തരുന്ന വേറൊരു കമ്പനി ഇപ്പൊ ഇവിടെ ഇന്ത്യയിൽ നിലവിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ നമുക്കറിയാം, ഇവിടെ നമുക്ക് ഒരു ദിവസം മാക്സിമം 10 പെയറാണ് മാച്ച് ചെയ്തെടുക്കാൻ കഴിയാം. ദാറ്റ് മീൻസ് നമ്മുടെ സീലിംഗ് എമൗണ്ട് 20,000 ആണ്. 20,000 രൂപയാണ് നമുക്ക് സീലിംഗ് എമൗണ്ട്. ഒരു ദിവസം മാക്സിമം പ്രീമിയം ക്ലബിൽ നമുക്ക് 10 പെയർ വരെ നമുക്ക് മാച്ച് ചെയ്തെടുക്കാം. ഇവിടെയും അടുത്ത പ്ലാൻ 1 ലാഖിന്റെ പ്ലാൻ ആണ്. 1 ലാഖിന്റെ പ്ലാനിലേക്ക് എന്ത് ചെയ്യും, ഇതിന്റെയും മൂന്നിന്റെ ഗുണിതങ്ങളായിട്ടുള്ള പെയർ മാച്ച് നെക്സ്റ്റ് പ്ലാനിലേക്ക് ജമ്പ് ചെയ്യും. അവിടെ നെക്സ്റ്റ് പ്ലാൻ ഞാൻ പറയും വളരെ വേഗത്തിൽ ആ പ്ലാൻ ആക്ടിവേഷൻ ആവും. നെക്സ്റ്റ് പ്ലാൻ ഏതാണ്? 1 ലാഖിന്റെ പ്ലാൻ. കാരണം ഇവിടെ ജമ്പിങ് നടക്കുന്നത് ഫസ്റ്റ് പ്ലാൻ ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് ക്ലബിൽ നിന്നും ജമ്പിങ് ചെയ്ത് പ്രീമിയത്തിലേക്ക് എത്തും. പ്രീമിയം ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടിനും കൂടി ഉള്ള മൂന്നിന്റെ ഗുണിതങ്ങൾ ജമ്പ് ചെയ്തിട്ട് എവിടേക്ക് എത്തും? 1 ലാഖിന്റെ പ്ലാനിലേക്ക് എത്തും. ഇതാണ് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. പ്രീമിയം ക്ലബില് മൂന്നിന്റെ ഗുണിതങ്ങള് 3 തവണയാണ് വരിക. കാരണം അവിടെ 10 പെയറാണ്. 3-ാമത്തെ പെയർ, 6-ാമത്തെ പെയർ, 9-ാമത്തെ പെയർ, ഈ 3 പെയറും കൂടി എവിടേക്ക് എത്തും? ടോപ്പ് അപ്പ് വാലറ്റിൽ എത്തും. അതേപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ക്ലബിലുള്ള പെയറും കൂടി മൂന്നിന്റെ ഗുണിതങ്ങൾ ഈ ടോപ്പ് അപ്പ് വാലറ്റിൽ എത്തും. സോ 1 ലാഖിന്റെ ബില്യണർ ക്ലബ്ബ് വളരെ വേഗത്തിൽ ആക്ടിവേഷൻ ആയി കിട്ടും. ആ ടോപ്പ് അപ്പ് വാലറ്റില് 1 ലാഖ് റുപ്പീസ് എപ്പോ വരുന്നോ ആ സമയത്ത് നമ്മുടെ മില്യണർ ക്ലബ്ബ് 1 ലാഖ് ക്ലബ്ബ് ആക്ടിവേഷൻ ആവും. ആ സമയത്ത് നമുക്ക് എന്ത് കിട്ടും? പ്രോഡക്റ്റും നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പൊ നമ്മൾ 1 ലാഖിന്റെ ക്ലബ്ബ് ആക്ടിവേഷൻ ആയി. 1 ലാഖിന്റെ ക്ലബ്ബ് ആക്ടിവേഷൻ ആയി കഴിഞ്ഞാൽ ദ സെയിം പ്രോസസ് റഫറൽ കമ്മീഷൻ ആയിട്ട് അല്ലെങ്കിൽ മില്യണർ ബോണസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് 5,000 റുപ്പീസ് ആണ്. 5,000 രൂപയാണ്. ഇവിടെ നമുക്ക് ഒരു പെയർ മാച്ച് ഇൻകം വരുന്നത് 20,000 രൂപയാണ്. പെയർ മാച്ച് ഇൻകം വരുന്നത് ഒരു ദിവസം 10 പെയർ വരെ നമുക്ക് മാച്ച് ചെയ്തെടുക്കാം. അതായത് നമ്മുടെ സീലിംഗ് എമൗണ്ട് 2 ലക്ഷം രൂപയാണ്. നമുക്കറിയാം നമ്മുടെ സ്റ്റാർട്ടപ്പ് ക്ലബില് നമ്മുടെ സീലിംഗ് എമൗണ്ട് 200 ആണ്. പ്രീമിയം ക്ലബിൽ 2,000 ആണ്. ഇവിടെ നമ്മുടെ മില്യണർ ക്ലബിൽ പെയർ മാച്ച് ഇൻകം 20,000 ആണ്. സീലിംഗ് എമൗണ്ട് 2 ലാഖ് ആണ്. ഒരു ദിവസം മാക്സിമം 10 പെയർ വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇവിടെ നിന്നും ഈ ക്ലബിൽ നിന്നും തൊട്ടടുത്ത ക്ലബായിട്ടുള്ള 10 ലാഖ് എന്ന് പറയുന്ന നമ്മുടെ ബില്യണർ ക്ലബിലേക്കും ജമ്പിങ് ഉണ്ട്. അവിടെ ഇതിൽ നിന്നും ഈ മില്യണർ ക്ലബിൽ നിന്നും പ്രീമിയം ക്ലബിൽ നിന്നും സ്റ്റാർട്ടപ്പ് ക്ലബിൽ നിന്നും ഓരോ തേർഡിന്റെ ഗുണിതങ്ങളായിട്ടുള്ള പെയർ ടോട്ടൽ പോകുന്നത് ആ 3 ക്ലബിൽ നിന്നും ജമ്പ് ചെയ്ത് പോകുന്നത് അടുത്ത പ്ലാനിലേക്കാണ്. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പ്ലാനിലേക്ക് പോകുന്നത് നമ്മൾ അറിയ പോലില്ല. വളരെ വേഗത്തിൽ നെക്സ്റ്റ് പ്ലാൻ ആക്ടിവേഷൻ ആവും. ഈ ഇപ്പൊ ഞാൻ പറഞ്ഞ 3 ക്ലബിൽ നിന്നുള്ള മൂന്നിന്റെ ഗുണിതങ്ങൾ അടുത്ത ക്ലബിലേക്ക് പോകും. വളരെ ഫാസ്റ്റ് ആയിട്ട് അതും ആക്ടിവേഷൻ ആയി കിട്ടും എന്നുള്ളതാണ്. സെയിം പ്രോസസ് ഇല്ലേ? മൂന്നാമത്തെ ജോഡി എവിടേക്ക് പോയി? ടോപ്പ് അപ്പ് വാലറ്റിലേക്ക് പോയി. എല്ലാത്തിന്റെയും മൂന്നാമത്തെ ജോഡി ടോപ്പ് അപ്പ് വാലറ്റിലേക്ക് പോകും.
അവിടെ നമുക്ക് 10 ലാക്ക് ആവുന്ന സമയത്ത് നമ്മുടെ ബില്യണർ ക്ലബ്ബ് ആക്ടിവേഷൻ ആയിട്ട് കിട്ടും. ഈ ബില്യണർ ക്ലബ്ബും അതേപോലെ തന്നെ ട്രില്യണർ ക്ലബ്ബും ഇപ്പൊ ഞാൻ പറയുന്നില്ല. അതിന്റെ പ്ലാൻ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഓൾറെഡി അതിന്റെ PDF ഫയലൊക്കെ അവൈലബിൾ ആണ് എല്ലാ ലീഡേഴ്സിന്റെ കയ്യിലും. നിങ്ങൾ അന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഈ പ്ലാന്റെ ഡെപ്ത് എന്താന്ന് മനസ്സിലാവും. പോട്ടെ, നമ്മൾ ഈ ഒരു 3 പ്ലാൻ, സ്റ്റാർട്ടപ്പ് ക്ലബ് ഓർ പ്രീമിയം ക്ലബ് ഓർ 1 ലാക്ക് ക്ലബ്, അതായത് നമ്മുടെ മില്യണർ ക്ലബ്, ഈ 3 ക്ലബ്ബ് നമ്മൾ എന്തായി, നമ്മൾ ആക്ടിവേഷൻ ആയി. 3 ക്ലബും നമ്മൾ സീലിംഗ് എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മുടെ അവസ്ഥ. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അതായത് സ്റ്റാർട്ടപ്പ് ക്ലബിൽ റഫറൽ ബോണസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്, അതായത് സ്റ്റാർട്ടപ്പ് ബോണസ് ആയിട്ട് കിട്ടുന്നത് 50 രൂപയാണ്, പെയർ മാച്ച് 200 രൂപയാണ്, സീലിംഗ് 5000 രൂപയാണ്, ഒരു ദിവസം 25 പെയർ. നമ്മുടെ പ്രീമിയം ക്ലബിൽ പ്രീമിയം ബോണസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്, അതായത് റഫറൽ ആയിട്ട് കിട്ടുന്ന 500 രൂപ, പെയർ മാച്ച് 2000 രൂപ, സീലിംഗ് 20000, 1 ഡേ 10 പെയർ. അതേപോലെ തന്നെ നമ്മുടെ മില്യണർ ക്ലബിൽ മില്യണർ ബോണസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്, അതായത് റഫറൽ ആയിട്ട് നമുക്ക് കിട്ടുന്നത് 5000, പെയർ മാച്ച് 20000, സീലിംഗ് എമൗണ്ട് 2 ലക്ഷം, അതേപോലെ തന്നെ 1 ഡേ 10 പെയർ. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ഈ 3 പ്ലാനും ആക്റ്റീവായി. ഈ 3 പ്ലാനിൽ നമ്മൾ സീലിംഗ്, നമ്മൾ എല്ലാ ദിവസവും നമ്മൾ സീലിംഗ് അടിക്കാന്ന് വെച്ചോളി. അങ്ങനെയെങ്കിൽ ഇതായിരിക്കും നമ്മളെ അവസ്ഥ. അതായത് സ്റ്റാർട്ടപ്പ് ക്ലബിൽ പെർ ഡേ ഒരു ദിവസം നമ്മുടെ സീലിംഗ് എമൗണ്ട് 5000 ആണ്. അതിൽ നിന്നും തൊട്ടടുത്ത പ്ലാനിലേക്ക് 1600 രൂപ ജമ്പ് ചെയ്യും. അതായത് 8 × 200 1600 രൂപ അടുത്ത പ്ലാനിലേക്ക് ജമ്പ് ചെയ്യും. ബാക്കി 3400 ഉണ്ടാവും. അതായത് പ്രീമിയം ക്ലബിൽ 20000 രൂപ ഉണ്ടാവും. അതിൽ 3 ജോഡി തൊട്ടടുത്ത ക്ലബിലേക്ക് ജമ്പ് ചെയ്യും. ബാക്കി 14000 ഉണ്ടാവും. മില്യണർ ക്ലബിൽ 2 ലക്ഷം രൂപ ഉണ്ടാവും. അതിൽ 60000 രൂപ അടുത്ത ക്ലബിലേക്ക് ജമ്പ് ചെയ്യും. ദാറ്റ് മീൻസ് 3400 പ്ലസ് 14000 പ്ലസ് 1,40,000 ഈസ് ഈക്വൽ ടു 1 ലാക്ക് 1,57,400 രൂപ പെർ ഡേ നമുക്ക് ഒരു ഐഡിയിൽ നിന്നും കിട്ടും. ഓൺലി 3 പ്ലാൻസ് നമ്മൾ എന്ത് ചെയ്താൽ മതി, സീലിംഗ് ആയാൽ മതി. ബാക്കി 2 പ്ലാൻ ഞാൻ പറയുന്നില്ല, അതും കൂടെ കേട്ടാൽ നമുക്ക് ചിലപ്പോൾ തലകറങ്ങും. അപ്പം നിങ്ങൾ ചിന്തിക്കുക, ഈ ഒരു 3 പ്ലാൻ നമ്മൾ എവിടുന്നാ തുടങ്ങിയത്? വെറും 1000+ തുടങ്ങിയതാണ്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം 1000+ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് എടുക്കാൻ ഒരു പ്രയാസമില്ല. അവിടെ തുടങ്ങി നമ്മൾ എവിടെ നിൽക്കുന്നത്? 3 ക്ലബും എത്തി. 3 ക്ലബും 1 ഡേ നമ്മൾ സീലിംഗ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1,57,400 രൂപ നമുക്ക് പെർ ഡേ സമ്പാദിക്കാനുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ ഓപ്പർച്യൂണിറ്റിയാണ് ഓക്സിനോ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ബ്രാൻഡ്. നമുക്കറിയാം, നമുക്ക് ഈ കമ്പനിയിൽ ഒരു ID രജിസ്റ്റർ ചെയ്യാനേ കഴിയുള്ളൂ. ഒരു ID രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 3 ID, 2 ID നമുക്ക് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവും. ടോട്ടൽ 3 ID നമുക്ക് ജനറേറ്റ് ആയി കിട്ടും. അങ്ങനെയെങ്കിൽ നമുക്കറിയാം, ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികളിലേക്ക് നമ്മൾ എത്തുമ്പോൾ പല കമ്പനിയിൽ നമ്മൾ 10ഉം 20ഉം 25ഉം ഐഡികളൊക്കെ എടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ട്. ഇവിടെ നമ്മളോട് ഓക്സി പറയുന്നത് വെറും 3 ഐഡിയിൽ നിങ്ങൾ ഈ ഒരു 3 പ്ലാൻ മാത്രം സീലിംഗ് ആയാൽ പോലും 1,57,400 ഇൻറ്റു 3 ID എന്ന് പറയുമ്പോൾ 4,72,200 രൂപ എവ്രി ഡേ സമ്പാദിക്കാനുള്ള ഒരു അവസരമുണ്ട്. അങ്ങനെയെങ്കിൽ മാസത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, 1,41,66,000 രൂപ എവ്രി മന്ത് നമുക്ക് വെറും 3 പ്ലാനിൽ നിന്നും നമുക്ക് കിട്ടും. ഇനി നമ്മുടെയൊക്കെ പ്രയത്നം കൊണ്ടും നമ്മുടെ ടീമിൽ നമ്മളിടുന്ന ഒരു എഫേർട്ടും നമ്മളെ ടീമിനെ ചേർത്ത് പിടിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ 10 ലാക്ക് ക്ലബും ആക്ടിവേഷൻ ആവും, 1 crore ക്ലബും ആക്ടിവേഷൻ ആവും. അങ്ങനെ സംഭവിച്ചാൽ ഒരു ദിവസം 1 കോടി രൂപ സമ്പാദിക്കാനുള്ള അവസരം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ട് എന്നുള്ളതാണ്.
ദർ ഇസ് നോ ഡൗട്ട്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രോഡക്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം ഇന്ന് ലോകോത്തര കമ്പനികളെ കിടപിടിക്കുന്ന രീതിയിലുള്ള സൂപ്പർ ഡൂപ്പർ പ്രോഡക്ട്സുകളാണ് നമ്മുടെ മുമ്പിലേക്ക് ഓക്സി തന്നിട്ടുള്ളത്. ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ മിനിമം ഒരു 3 പ്രൊഡക്റ്റ് എങ്കിലും, മിനിമം ഒരു 3 ജോയിനിങ് എങ്കിലും നമുക്ക് അവിടെ ലഭിക്കും എന്നുള്ളതാണ്. സത്യത്തിൽ എൻ്റെ വീട്ടിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 6-7 പ്രൊഡക്റ്റ് എന്തായാലും സെയിലാവും. ദാറ്റ് മീൻസ് ആ ഒരു 6-7 ജോയിനിങ് എന്തായാലും കിട്ടും. കാരണം ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. കാരണം നമ്മൾ ഓക്സിയുടെ ഒരു മിഷൻ ഞാൻ പറഞ്ഞു, ഹെൽത്തി ആയിട്ടുള്ള നല്ല പൈസ, അതേപോലെ തന്നെ അല്ലെ ഹെൽത്തി ആയിട്ടുള്ള ക്യാഷ് നമുക്ക് കിട്ടണം. ഡോക്ടർ അർഷാദ് സാർ എപ്പോഴും നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് കുറെ പൈസ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, പക്ഷെ അത് അനുഭവിക്കാനുള്ള ആരോഗ്യം നമുക്ക് വേണമെന്ന് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഒരു 3 പ്ലാനില് മന്ത്ലി 1,41,66,000 വളരെ സിമ്പിൾ ആയിട്ട് ജമ്പ് ചെയ്ത എമൗണ്ട് കൂട്ടുകയാണെങ്കിൽ അതിനെക്കാട്ടിലും ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ്. ഇതാണ് നമ്മുടെ കമ്പനിയുടെ റോയൽറ്റി സിസ്റ്റം. അതായത് ITB, ഇന്റർനാഷണൽ ടേൺ ഓവർ ബെനിഫിറ്റ്. കമ്പനിയുടെ ഗ്ലോബലി നടക്കുന്ന ബിസിനസ്സിൽ നിന്നും 5% മാറ്റിവെക്കുന്നത് ITBയിലേക്കാണ്, ITB കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് കമ്പനി ITB സെറ്റ് ചെയ്തിട്ടുള്ളത്, ഇന്റർനാഷണൽ ടേൺ ഓവർ ബെനിഫിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് 15 റാങ്കിലായിട്ടാണ്. നമുക്കറിയാം 1ാമത്തെ റാങ്ക് ഓക്സി റൈസർ. ഒരുപാട് ലീഡേഴ്സ് ഓൾറെഡി ഓക്സി റൈസറിലേക്ക് എത്തി. എങ്ങനെയാണ് ഓക്സി റൈസറിലേക്ക് എത്തുക? അതിന്റെ ടാർഗറ്റ് എന്താണ്? സിമ്പിൾ ആണ്. നമ്മുടെ ബൈനറിയില് വെറും 10,000 രൂപ നമ്മൾ ബൈനറിയിൽ പെയർ മാച്ച് ചെയ്തെടുത്താൽ മതി. എങ്കിൽ നമുക്ക് അതിന്റെ നേർപകുതി 5,000 രൂപ റോയൽറ്റി ലഭിക്കാൻ നമ്മൾ അർഹനായി എന്നുള്ളതാണ്. അത് ലിമിറ്റാണ്. എല്ലാ ദിവസവും എല്ലാ മാസവും നമുക്ക് 5,000 രൂപ ലഭിക്കണമെന്നില്ല. അതോടെ ഒരു വട്ടം കിട്ടിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. പക്ഷേ ആസ് എ ലീഡർ, ഞാൻ നേരത്തെ പറഞ്ഞു, ഡ്രീം ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ലിമിറ്റ് കൂട്ടിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കും. എങ്ങനെ? അടുത്ത റാങ്ക് അച്ചീവ് ചെയ്താൽ മതി. അടുത്ത റാങ്ക് ഓക്സി റൈഡർ ആണ്. ഓക്സി റൈഡറിലേക്ക് നമുക്ക് 20,000 രൂപ അച്ചീവ് ചെയ്താൽ മതി. ഇവിടെ അക്യുമുലേറ്റഡ് ആണ്. അതായത് ആദ്യം നമ്മൾ ഫസ്റ്റ് റാങ്കിൽ നമ്മൾ 10,000 രൂപ അച്ചീവ് ചെയ്തുകൊണ്ടാണ് ഫസ്റ്റ് റാങ്കിൽ എത്തുക. പ്ലസ് ഒരു 10,000 കൂടെ അച്ചീവ് ചെയ്താൽ 20,000 ആയി. അങ്ങനെ ടോട്ടൽ 20,000 രൂപ നമ്മൾ ബൈനറിയിൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓക്സി റൈഡറിൽ എത്തി. അവിടെ നമുക്ക് നമ്മുടെ ലിമിറ്റ് കൂടി 10,000 ആയി, ഒരു 5,000 കൂടെ കൂടി. തേർഡ് ഓക്സി റേഞ്ചർ ആണ്. അവിടെ നമ്മൾ ടോട്ടൽ 50,000 ഏൺ ചെയ്താൽ മതി ബൈനറിയിൽ. നമുക്ക് അതിന്റെ നേർപകുതി 25,000 രൂപ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നമ്മുടെ ലിമിറ്റ് കൂടി, റോയൽറ്റി നമുക്ക് ലഭിക്കുന്ന ലിമിറ്റ് കൂടി. അടുത്തത് ഓക്സി ഡ്രീമർ ആണ്. 1 lakh അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ 50,000 നമുക്ക് റോയൽറ്റി ലഭിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇവിടെ നമ്മൾ 1 lakh അച്ചീവ് ചെയ്ത അതിന്റെ നേർപകുതിയാണ് നമുക്ക് എന്ത് റോയൽറ്റിയും കൂടെ വരാൻ പോകുന്നത്. അടുത്തത് ഓക്സി ഫൈറ്റർ. 2 lakh അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ 1 lakh നമുക്ക് എന്തായി? റോയൽറ്റി കിട്ടി. അങ്ങനെ 15 റാങ്ക്. 15ാമത്തെ റാങ്കിന്റെ പേര് ഓക്സി എംപറർ എന്നാണ്. ഓക്സി എംപററിൽ നമ്മൾ 200 crores, 200 കോടി നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി നമുക്ക് 1 crore എന്താവും? റോയൽറ്റി ആയിട്ട് തരും. ടോട്ടൽ നമുക്ക് 300 crores ലഭിക്കും എന്നർത്ഥം. വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ ഇന്റർനാഷണൽ ടേൺ ഓവർ ബെനിഫിറ്റ്സ്. ഇവിടെ നമുക്ക് കിട്ടുന്ന വേറൊരു വലിയൊരു കമ്പനി നമ്മളെ മുമ്പിലേക്ക് തന്നിട്ടുള്ള ഒരു വലിയൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് നമ്മളുടെ ബൈനറിയിൽ വരുന്ന, ശ്രദ്ധിച്ച് കേൾക്കുക, നമ്മുടെ ബൈനറിയിൽ വരുന്ന വാഷ് ഔട്ട് കൂടി ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യും. സപ്പോസ് അഷ്കർ എന്ന് പറയുന്ന വ്യക്തി, നമ്മുടെ അഷ്കർ സാറ് ഓക്സിയിലെ ബൈനറിയിൽ ഇന്ന് 30 പേർ അച്ചീവ് ചെയ്തു. സപ്പോസ് സ്റ്റാർട്ടപ്പ് പ്ലാനിൽ 30 പേർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അദ്ദേഹത്തിന് 6,000 രൂപ കിട്ടണം. കാരണം ഒരു പെയറിന് 200 രൂപയാണെങ്കിൽ 30 × 200 6,000 രൂപ കിട്ടണം. പക്ഷെ അവിടെ കമ്പനി നമുക്കൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. 25 പേരുടെ പൈസ മാക്സിമം കിട്ടുള്ളൂ. അതായത് 5,000 രൂപ കിട്ടുള്ളൂ.
ബാക്കി 1000 രൂപ എങ്ങോട്ടേക്ക് പോയി? വാഷ് ഔട്ട് ആയിട്ട് കമ്പനിയിലേക്ക് പോയി. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഇന്ത്യയിൽ ആദ്യമായി വാഷ് ഔട്ടിന് പോലും നമുക്ക് ബെനിഫിറ്റ് ലഭിക്കുന്ന ഒരേ ഒരു കമ്പനി ഇന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റും ഓക്സിജൻ ഇന്റർനാഷണൽ ആണ്. ഒരു സംശയമില്ല. കാരണം എന്താ? ആ വാഷ് ഔട്ട് വരുന്ന 1000 രൂപയും കൂടി ഇവിടെ കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ റോയൽറ്റിയിൽ. അവിടെ നമുക്ക് അദ്ദേഹത്തിന് 5000 രൂപ ലഭിക്കും, പക്ഷെ 6000 രൂപ ഉണ്ടായിരുന്നു, 1000 രൂപ വാഷ് ഔട്ടായി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മളുടെ റോയൽറ്റിയിൽ അദ്ദേഹത്തിന് 6000 രൂപ വരുമാനം ലഭിച്ചതായിട്ട് കൺസിഡർ ചെയ്യും. ബാക്കി പിറ്റത്തെ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം ഒരു 4000 കൂടെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ഓക്സി റൈസർ എന്ന് പറയുന്ന റാങ്ക് അച്ചീവ് ചെയ്ത് കിട്ടും. ഇതാണ് ഈ ഒരു റോയൽറ്റിയിലെ ഇന്റർനാഷണൽ ടേൺ ഓവർ ബെനിഫിറ്റ്സിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാഷ് ഔട്ടിന് പോലും ഇവിടെ എന്തുണ്ട്, നമ്മൾക്ക് കമ്പനി തരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, യെസ്. അടുത്തത് നമ്മളുടെ റീപർച്ചേസ് സെഗ്മെന്റ് ആണ്. നമുക്കറിയാം ഓക്സിക്ക് ഓൾറെഡി 3 സെഗ്മെന്റിൽ നിന്നാണ് നമുക്ക് റീപർച്ചേസ് ഇൻകം ലഭിക്കുന്നത്. ഫസ്റ്റ്, കമ്പനിയുടെ ഓൺ പ്രോഡക്ട്സ്. കമ്പനിയുടെ ഓൺ പ്രോഡക്ട്സിൽ നിന്ന് നമുക്ക് എന്തുണ്ട്? റീപർച്ചേസ് ഇൻകം ലഭിക്കുന്നുണ്ട്. രണ്ടാമത്, ഓക്സിയുടെ ഓൺലൈൻ ഷോപ്പിംഗ്, ആമസോൺ. നമുക്കറിയാം, ജോയിൻ ചെയ്ത എല്ലാ ലീഡേഴ്സിനും അറിയാം, നമുക്ക് നമ്മുടെ വെബ്സൈറ്റില്, ആപ്പില് ആമസോണിന്റെ ലിങ്ക് ഉണ്ട്. അവിടെ എല്ലാ പേജുകളും ഇല്ല, പക്ഷെ അവിടെ നമുക്ക് ഷൂസും അതേപോലെ തന്നെ ചെരുപ്പും മൊബൈലും കോസ്മെറ്റിക് ഐറ്റംസുകളും ബാഗും ഒക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ഫ്യൂച്ചറിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ, നമ്മുടെ കസ്റ്റമർ ബാക്കപ്പ് കൂടുന്നതിനനുസരിച്ച് ഒരുപാട് പ്രൊഡക്റ്റുകളും പേജുകളും അവിടെ ആഡ് ചെയ്യും. നിങ്ങൾ ചിന്തിക്കുക, ആമസോണിൽ നിന്ന് വരെ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു സെർട്ടൻ പെർസെന്റേജ് റീപർച്ചേസിംഗ് നമുക്ക് കയറും. എന്താല്ലേ? അതേപോലെ തന്നെയാണ് തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഷോപ്പ് ടൈപ്പ്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ ഷോപ്പ് ടൈപ്പ് ആണ് ഈ ഒരു പ്ലാനിൽ. കാരണം നമുക്കറിയാം, പല കമ്പനികളും ഷോപ്പ് ടൈപ്പിന് വേണ്ടിയിട്ട് ഫ്രാഞ്ചൈസി ചാർജ് ആയിട്ട് 1 ലക്ഷവും 2 ലക്ഷവും 3 ലക്ഷവും 5 ലക്ഷം രൂപ ഒക്കെ മേടിക്കുന്നുണ്ട്. ഇവിടെ ഓക്സി നമ്മളോട് പറയുന്നത്, നിങ്ങൾക്കൊരു ഷോപ്പ് ടൈപ്പ് ചെയ്യണമെങ്കിൽ ആബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്കൊരു ഷോപ്പ് എന്ത് ചെയ്യാം? ടൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും, 0 കോസ്റ്റിൽ. അത് എങ്ങനത്തെ ഷോപ്പ്? എനി ഷോപ്പ്, എന്ത് ഷോപ്പും, ഈ ദുനിയാവിലെ എന്തൊക്കെ ഷോപ്പ് ഉണ്ട് അതൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യിപ്പിക്കാം. സൂപ്പർ മാർക്കറ്റുകള്, ഫിഷ് ഷോപ്പ്, ഇറച്ചിക്കടകള്, പെട്രോൾ പമ്പ്, ഹോസ്പിറ്റൽസ്, ഫർണിച്ചർ ഷോപ്പ്, ബാർബർ ഷോപ്പ്, അതേപോലെ തന്നെ ഇലക്ട്രോണിക് ഷോപ്പ്, ഈവൻ തട്ടുകട പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടൈപ്പ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതിന് 1-2 ക്രൈറ്റീരിയകൾ ഉണ്ട്. ആ ക്രൈറ്റീരിയകളൊക്കെ ഓൾറെഡി നിങ്ങൾ ലീഡേഴ്സ് ഒക്കെ ഓൾറെഡി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടാവും. വളരെ സൂപ്പർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്കറിയാം, ഇതൊക്കെ ഈ ഒരു റീപർച്ചേസും അതേപോലെ തന്നെ റോയൽറ്റി ഒക്കെ സെപ്പറേറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, വെറും 3 പ്ലാനിലൂടെ നമുക്ക് കോടികൾ സമ്പാദിക്കാം. അതേപോലെ തന്നെ അത് സമ്പാദിക്കുന്നത് വഴി ഓട്ടോമാറ്റിക് നമുക്ക് ടീം ആകുന്നത് വഴി നമുക്ക് എന്ത് കിട്ടും? നമുക്ക് റോയൽറ്റി കിട്ടും. പ്ലസ് നമ്മുടെ ടീം റീപർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് റീപർച്ചേസ് ഇൻകം കിട്ടും. ഈ റീപർച്ചേസ് ഇൻകത്തിലും അവാർഡ്സും റിവാർഡ്സും അതേപോലെ തന്നെ ഡെവലപ്മെന്റ് ഇൻകം, അതേപോലെ തന്നെ ഗ്ലോബൽ റോയൽറ്റി എല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ കൂടുതലായിട്ട് അങ്ങോട്ടേക്ക് കടക്കുന്നില്ല. ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഏകദേശം ഈ കമ്പനിയുടെ ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ അപ്കമിങ് പ്രൊജക്ട്, വരാനിരിക്കുന്ന ഒരു പ്രൊജക്ട് കൂടി ജസ്റ്റ് ഞാൻ അനൗൺസ് ചെയ്യാം. അതൊന്നുമല്ല, നമുക്കറിയാം ഓക്സിയുടെ കയ്യിൽ ഓൾറെഡി ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം പോലെ ഓക്സി പേ എന്ന് പറയുന്ന ഒരു സൂപ്പർ ഡ്യൂപ്പർ ആപ്പ് അല്ലെ? ഗൂഗിൾ പേ നമുക്കറിയാം, കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമായി അല്ലെ? അതേപോലെ തന്നെ ഫോൺ പേ, അതേപോലെ ഓക്സി പേ എന്ന് പറയുന്ന ഒരു സൂപ്പർ ആപ്പ് കമ്പനിയുടെ കയ്യിലുണ്ട്. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റോടുകൂടി, അനുമതിയോട് കൂടിയിട്ടുള്ള ഓക്സി പേ ഓൾറെഡി നമ്മുടെ ഓക്സിയുടെ കയ്യിലുണ്ട്. നമ്മുടെ MD അർഷാദ് സാറിന്റെ കയ്യിൽ ഭദ്രമായിട്ട് ഇരിക്കുന്നുണ്ട്. അത് ഈ ലോകത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം തുറന്നു കൊടുത്തിട്ടില്ല.
അവിടെ അവിടെ നമ്മളോട് അദ്ദേഹം പറഞ്ഞ ഒറ്റ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം, 10,000 പ്രിവിലേജ് കസ്റ്റമേഴ്സ് എന്ന് ഫില്ലാവുന്നോ അന്ന് നമുക്ക് ഓക്സി, നമ്മുടെ ഓക്സി പേ ഈ ലോകത്തിന് MD ഇൻട്രൊഡ്യൂസ് ചെയ്തു തരുമെന്നാണ് പറഞ്ഞത്. വിത്തിൻ 3 days. അതായത് 10,000 പ്രിവിലേജ് കസ്റ്റമർ എന്ന് നമ്മൾ തേക്കുന്നോ അന്ന് മുതൽ 3-ാമത്തെ ദിവസം അദ്ദേഹം ഈ ലോകത്തിന് വേണ്ടിയിട്ട്, നമുക്ക് വേണ്ടിയിട്ട്, ഓക്സിയുടെ ആ ലീഡേഴ്സിന് വേണ്ടിയിട്ട് അദ്ദേഹം അത് തുറന്നു തരുന്നില്ല. ഒന്ന് ആലോചിച്ചൊക്കെ, നമ്മള് അവിടെ ഒരു ട്രാൻസാക്ഷൻ നടത്തിയാൽ പോലും, ഇല്ല ഒരാൾക്ക് പൈസ സെൻഡ് ചെയ്താൽ പോലും നമുക്കൊരു സെർട്ടൺ പെർസെന്റേജ് റീപർച്ചേസിംഗ് ജനറേറ്റ് ചെയ്യാൻ പോകണം. ഇനി നമ്മൾ ഓക്സി പേ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഓൾറെഡി വരാനിരിക്കാണ് അല്ലെങ്കിൽ ഇത് കിട്ടാനുണ്ട് എന്നല്ല പറയുന്നത്. ഓൾറെഡി കമ്പനിയുടെ കയ്യിൽ ഭദ്രമാണ്, ഓൾറെഡി ഉണ്ട്. ഡോക്ടർ അർഷാദ് സാർ ഓൾറെഡി അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അത് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ, അതാണ് നമ്മുടെ ഓക്സി പേ, അതാണ് നമ്മുടെ അർഷാദ് സാറും. ഓക്കെ, അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് നിങ്ങൾ നോക്കുക. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കാര്യം കൂടി, പല ലീഡേഴ്സിനും ഉള്ളൊരു ഡൗട്ട്, അത് ഞാൻ ക്ലാരിഫൈ ചെയ്ത് തരാം. നമുക്കറിയാം നമ്മളെ ID, നമ്മുടെ കയ്യിൽ ആപ്പ് ഉണ്ടാകും മൊബൈലിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ. നമ്മുടെ ID ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ടോപ്പിൽ, ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് പറയുന്ന ഒരു കാർഡുണ്ടാവും. നമ്മുടെ നമ്മൾ ID ലോഗിൻ ചെയ്തു, നമ്മുടെ യൂസർ ID-യും അതേപോലെ തന്നെ നമ്മുടെ പർച്ചേസിങ് ID-ന്റെ ഒക്കെ താഴത്ത് ഒരു QR കോഡ് ഉണ്ടാവും. അതിന്റെ താഴത്ത് ആമസോണിന്റെ ഒരു ലിങ്ക് ഉണ്ടാവും. അതേപോലെ തന്നെ അതിന് തൊട്ട് സൈഡിലായിട്ട് ഒരു കാർഡ് ഉണ്ടാവും. ആ കാർഡിൽ നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇന്റർഫിയർ ആണ് വരിക. അതായത് ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്ന സെഗ്മെന്റ് ആണ് വരിക. ഈ ഫാസ്റ്റ് ട്രാക്ക് സെഗ്മെന്റിൽ ഇവിടെ നമ്മൾ ജസ്റ്റ് നടുവിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോ 2 ക്ലബ്ബാണ് അവൈലബിൾ ആയിട്ടുള്ളത്, സ്റ്റാർട്ടപ്പ് ക്ലബ്ബും പ്രീമിയം ക്ലബ്ബും. നമ്മൾ ഈ സ്റ്റാർട്ടപ്പ് ക്ലബ്ബിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടപ്പ് ക്ലബ്ബിൽ ജോയിൻ ചെയ്യേണ്ടത് ആവശ്യമായിട്ടുള്ള പ്രോഡക്ട്സുകൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം, 10 PV തികയുന്ന ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാന്നുള്ള. ഒരുപാട് ലീഡേഴ്സ് എന്നോട് ചോദിക്കുന്നു പ്രൊഡക്റ്റുകൾ എവിടെയാണ് നോക്കുക, പ്രൊഡക്റ്റുകൾ എങ്ങനെയാണ് നോക്കുക എന്നുള്ളത്. ഇവിടെ നമുക്കറിയാം ഒരുപാട് പുതിയ 6 ചെറിയ പാക്കേജിലുള്ള പുതിയ 6 999 പാക്കേജിൽ വരുന്ന പുതിയ 6 പ്രൊഡക്റ്റ് വന്നു. അതുപോലെ തന്നെ ഷർട്ട് മെറ്റീരിയൽ ഉണ്ട്, പാൻ മെറ്റീരിയൽ ഉണ്ട്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ കാണുന്ന പ്രൊഡക്റ്റുകളാണ്. കാരണം നമുക്കറിയാം ഞാൻ അതിലൊരു എന്താ പറയാ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു തെളിവും കൂടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ. കാരണം ഞാൻ ഇതിൽ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്തു. എൻ്റെ അസുഖത്തിന് അതിന് നല്ല ശമനമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്രൊഡക്റ്റ്, അതായത് ആയുർവേദ മിക്സ് ഉണ്ട്, സൗണ്ടഡ് ഫ്ലോ ഉണ്ട്, മാസ്റ്റർ ടീ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം സ്കിൻ കെയർ ഉണ്ട്, മൗത്ത് ഉണ്ട്, റമ്മി വെയിറ്റ് ഉണ്ട്, യൂക്കോമിക്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട്, അതായത് ഒരു വ്യക്തിയുടെ ശരീരം എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ലെ, തല തൊട്ട് നമ്മുടെ കാല് വരെയുള്ള അവയവങ്ങൾക്ക് വേണ്ടിയിട്ട് രോഗം വരാതിരിക്കാനും വന്ന രോഗങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള പ്രോഡക്ട്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ 10 PV തികയുന്ന ഒരു പ്രോഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്താൽ നമ്മുടെ സ്റ്റാർട്ടപ്പ് ക്ലബ്ബ് എന്തായി, ആക്ടിവേഷൻ ആയി എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റാർട്ടപ്പ് ക്ലബ്ബിലെ പ്രോഡക്ട്സുകൾ. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ആരാണോ ഈ സൂമിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് അവരോട് ചോദിച്ച് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. പഠിക്കാൻ എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത ദിവസം വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും മാക്സിമം പ്ലാൻ ഒക്കെ ക്ലിയർ ചെയ്ത് ജോയിൻ ചെയ്ത് നല്ല ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു സൂപ്പർ ഡേ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. മറ്റാരുമല്ല, അൻവർ മിറാനിയ. താങ്ക് യു വെരി മച്ച് ഓക്സി.